മന്ത്രകോടി ഭാഗം 2. കുട്ടികൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ബെല്ലടിക്കാറായി എന്ന് പറഞ്ഞ് സാറ് പുറത്തേക്ക് പോയി. എക്സാം കഴിഞ്ഞ് ഹോളി മോഡൽ സെലിബ്രേഷൻ ആയിരുന്നു അവിടെ. പലതരത്തിലുള്ള വർണ്ണങ്ങൾ എല്ലാവരും വാരി വിതറി. ദേവിക മാത്രം ഒതുങ്ങി മാറി നിന്നു. അവൾക്ക് ആഘോഷങ്ങളൊക്കെ അലർജിയാണെന്ന് പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കി. ഹരിസാറാണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ട്. ടീന, എൻ്റെ ലാസ്റ്റ് ബസ്സാണിത്. എനിക്ക് ഇതിലെങ്കിലും പോകണം, ഇല്ലെങ്കിൽ നേരം വൈകും. നീ ഒന്ന് വേഗം നടക്ക്. ടീനയുമായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ദേവു. ഡി, എൻ്റെ ബസ് വന്നു, പോട്ടെ. ടീന അവളുടെ ബസ് ലക്ഷ്യമാക്കി ദേവുവിൻ്റെ കൈ പിടിപ്പിച്ചുകൊണ്ട് ഓടി. ശോ, ഈ പെണ്ണിൻ്റെ വണ്ടി ഇന്ന് നേരത്തെയാണോ? അവൾ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. കുറച്ചേറെ കുട്ടികൾ പോയി. ബാക്കി കുറച്ച് ആൺകുട്ടികളൊക്കെ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. ആരെയും തിരിച്ചറിയാൻ പോലും വയ്യ, അത്രയ്ക്കുണ്ട് എല്ലാവരുടെയും ദേഹത്തെ ചായം. ദേവുവാണെങ്കിൽ അവളുടെ ബസ് കാത്തു നിൽക്കുകയാണ്. സമയമാകുന്നതേ ഉള്ളൂ. ഇന്ന് അച്ഛൻ്റെ വഴക്ക് കിട്ടും, അവൾക്ക് ഉറപ്പായി. ഹരിസാറിൻ്റെ കാർ വന്ന് അവളുടെ അടുത്ത് നിർത്തി. മരിയയും മൃദുലയും ജോബിനും ഉണ്ട് വണ്ടിയിൽ. ആ ദേവിക, ജംഗ്ഷനിൽ ഇറക്കാം. മരിയ ഗ്ലാസ് താഴ്ത്തിയിട്ട് പറഞ്ഞു. ദേവികയ്ക്ക് പക്ഷേ എന്തോ ഒരു മടി പോലെ അവരുടെ ഒപ്പം കയറാൻ. സാർ എന്തു വിചാരിക്കും? കയറിക്കോടോ, ഇന്ന് ലേറ്റായില്ലേ? ബസ്സിനി എപ്പോഴാണ് വരുന്നേ? അവളുടെ മനസ്സ് വായിച്ചതുപോലെ സാർ അവളെ നോക്കി പറഞ്ഞു. മരിയ വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ വണ്ടിയിൽ കയറി. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സാറ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും സാറിനോട് വളരെ താല്പര്യവുമാണ്. ജോബിനാണ് ആദ്യം ഇറങ്ങിയത്. അടുത്ത സ്റ്റോപ്പിൽ മരിയയും മൃദുലയും. സാറും അവളും മാത്രമായി ഇപ്പോൾ വണ്ടിയിൽ. നേരം ഇരുട്ട് പരന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് ജംഗ്ഷനാകാൻ അവൾ പ്രാർത്ഥിച്ചു. ദേവികയുടെ ചങ്ക് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ദേവിക്ക് എന്താ പേടി തോന്നുന്നുണ്ടോ? സാറ് കണ്ണാടി കൂടി ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. ഒന്ന് ശ്വാസം വിടടോ, അത്രയ്ക്ക് ഫ്രീകരണമൊന്നും അല്ല ഞാൻ. എനിക്ക് പേടിയൊന്നുമില്ല സാറേ. മറുപടി കൊടുത്തപ്പോൾ പോലും അവൾ ചെറുതായി വിറച്ചുപോയി. ഹരി ഒതുങ്ങിയ ഒരു സ്ഥലം നോക്കി അയാളുടെ വാഹനം നിർത്തിയപ്പോൾ ദേവിക ശരിക്കും പേടിച്ചു. എന്താ സാർ, എന്തു പറ്റി വണ്ടി നിർത്തിയത്? അവൾ വല്ല വിധേനയും അയാളോട് ചോദിച്ചു. ഇയാൾക്കിനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? PG ആണോ? സാർ അവളെ നോക്കി. തീരുമാനിച്ചിട്ടില്ല, മിക്കവാറും അതുതന്നെയാണ് സാർ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ദേവു, എനിക്ക് ഇയാളോടൊരു കാര്യം പറയണമെന്നുണ്ട്. സാർ തിരിഞ്ഞിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നുള്ള സാറിൻ്റെ വിളിയിൽ അവൾ ഒന്ന് പകച്ചു. എന്നിട്ടവൾ ആകാംക്ഷയോടെ സാറിനെ നോക്കി. എടോ, കൂടുതൽ വളച്ചു കെട്ടാതെ ഞാൻ കാര്യങ്ങൾ പറയാം. എനിക്കയാളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മയുമായി ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. തൻ്റെ എക്സാം കഴിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇയാൾക്ക് സമ്മതക്കുറവുണ്ടോ? ഹരിസാറിൻ്റെ പറച്ചിൽ കേട്ടതും ദേവു ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്തായാലും ആഫ്റ്റർ മാരേജ് നമുക്ക് PG ചെയ്യാം. നമ്മുടെ കോളേജിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അല്ല, ഇനി PG ചെയ്ത ശേഷം മതി വിവാഹമെങ്കിൽ അങ്ങനെ. ഒക്കെ തൻ്റെ ഇഷ്ടമാണ്. സാറിൻ്റെ വാചകങ്ങൾ കേട്ട് തരിച്ചിരിക്കുകയാണവൾ. ഇത് സ്വപ്നമാണോ എൻ്റെ ഗുരുവായൂരപ്പ? ദേവു എന്തു മറുപടി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തന്നോട് പറഞ്ഞു എന്ന് മാത്രം. ഇനിയൊക്കെ തൻ്റെ തീരുമാനമാണ്. ഞാൻ ഇതിനെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് ഞാൻ മനഃപൂർവ്വം വഞ്ചിക്കുന്നതാണ്. അതുകൊണ്ട് ഇയാളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്. അവൻ പറഞ്ഞു നിർത്തി. ദേ, നേരെ ഇരുട്ടി തുടങ്ങി. എന്തെങ്കിലും പറയൂ കുട്ടി. ഹരി സാർ അക്ഷമനായി. സാർ എന്നെ വേഗം ജംഗ്ഷനിൽ ഇറക്കുമോ? രാത്രി ആവാൻ തുടങ്ങി. അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അയാൾ മറുത്തൊന്നും പറയാതെ വണ്ടി മുൻപോട്ടെടുത്തു. പിന്നെ രണ്ടുപേരും തമ്മിൽ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ഇറങ്ങുന്നില്ലേ ദേവു? സാറിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് അവൾ തല ഉയർത്തി. സ്ഥലം എത്തിയിടോ, അകത്തേക്ക് വണ്ടി കയറ്റണോ? അവളുടെ വീടിനോട് ചേർന്നുള്ള ചെമ്മൺ പാത വരെ വണ്ടി എത്തിയിരുന്നു. ഈശ്വര, ഇത്രയിടം വരെ വരേണ്ടിയിരുന്നില്ല. ആരെങ്കിലും കണ്ടോ ആവോ? അവൾ ആരോടെന്നല്ലാതെ പറഞ്ഞു. സാരല്ലെന്നേ, താൻ ഇറങ്ങിക്കോ. അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം തന്നെ ഇറങ്ങുവാനായി ബാഗ് എടുത്തു. ഒന്നും പറയാതെ അവൾ ഇറങ്ങുവാണോ? ഹരി ഓർത്തു. പക്ഷെ പിന്നീടൊന്നും അവളോട് വീണ്ടും ചോദിക്കുവാൻ അവന് മനസ്സ് വന്നില്ല. സർ, അമ്മയുമായിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ
എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. തൊണ്ടയിലെ വെള്ളമെല്ലാം പറ്റിയിട്ട് അവൾക്കാകെ പരവശമായി പോയി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് പെട്ടെന്നവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ദേവു, ഇപ്പോൾ കൂടുതലൊന്നും ആരോടും പറയണ്ട. വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹരി അവളെ നോക്കിയപ്പോൾ അവൾ ഒന്നും പറയാതെ തല കുലുക്കി. അതാകും നല്ലതെന്ന് അവൾ ഓർത്തു. അച്ഛനെയോ മറ്റോ വിളിക്കണോ? തനിച്ചു പോകണ്ട. ഹരി മുൻവശത്തെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു. വേണ്ട സാർ, ദേ ആ കാണുന്നതാണ് വീട്. ഞാൻ വേഗം പോയിക്കോളാം. ഈ പാടം കഴിഞ്ഞാൽ വീടെത്തി. ഇവിടുന്ന് നോക്കിയാൽ എൻ്റെ ഉമ്മരം കാണാം. എങ്കിൽ താൻ പൊയ്ക്കോളൂ. അവൻ പുഞ്ചിരിച്ചു. വരട്ടെ സാർ. അതും പറഞ്ഞ് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വേഗത്തിൽ മുൻപോട്ട് നടന്നുപോയി. ഹരി വണ്ടി ഓഫ് ചെയ്തിട്ട് വരമ്പത്തൂടെ നടന്നു പോകുന്ന ദേവൂട്ടിയെ നോക്കി. അങ്ങനെ കുറച്ച് സമയം ഇരുന്നു. ശാലീനത നിറഞ്ഞ ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി. ഒരുപാട് സൗന്ദര്യമില്ലെങ്കിലും അവളെ കണ്ട മാത്രയിൽ എന്തോ ഒന്ന് തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. പഠിത്തമായിരുന്നു അവൾക്ക് മുഖ്യം. ആരോടും അധികമായിട്ട് ഒച്ചയോ ബഹളമോ ഒന്നും കൂട്ടാതെ അവൾ ഒതുങ്ങിക്കൂടും. ഒരു പാവം പെൺകുട്ടി. തൻ്റെ വീട്ടിൽ അമ്മ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ താൻ തിരിച്ചൊന്നും അമ്മയോട് പറയാഞ്ഞതും ദേവുവിൻ്റെ മറുപടി അറിയാൻ മാത്രമായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് എത്താൻ അവൻ്റെ മനസ്സ് വെമ്പി, ഈ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കാൻ. പക്ഷെ ദേവു വീട്ടിലെത്തിയിട്ട് പോകാമെന്നോർത്ത് അയാൾ അവിടെ കിടന്നു. ദേവികയുടെ അമ്മ വന്ന് അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നത് അയാൾ അവ്യക്തമായി കണ്ടു. അവൾ അകത്തേക്ക് പോകുന്നതിന് ശേഷം അവൻ വണ്ടി മുൻപോട്ടെടുത്തത്. സാറ് പറഞ്ഞ കാര്യങ്ങളോർത്ത് അകത്തെ മുറിയിൽ ഇരിക്കുകയാണ് ദേവു. ഈശ്വര, ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സാറിൻ്റെ മനസ്സിൽ തന്നോട് ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ? പക്ഷെ ഒരിക്കൽ പോലും സാറ് ഒന്ന് തെറ്റായ രീതിയിൽ തന്നെ നോക്കുപോലും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് നീറ്റായിരുന്നു സാറിൻ്റെ സ്വഭാവവും പെരുമാറ്റവും. ദേവുവിൻ്റെ മനസ്സ് നിറയെ ഹരിസാർ മാത്രമാണ്. ഒരു ചെറിയ കാര്യം പോലും അമ്മയോട് പറഞ്ഞിരുന്ന താൻ ഇക്കാര്യം മാത്രം ഒളിച്ചു വെച്ചല്ലോ എന്ന് ഓർത്തപ്പോഴവൾക്ക് ചെറിയ വിഷമം തോന്നി. എന്തായാലും സാറും അമ്മയും കൂടി വന്ന് കണ്ടിട്ട് പോട്ടെ, അതാവും നല്ലത്, ദേവൂട്ടി ഓർത്തു. പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം എത്തിയത്. ലച്ചു ചേച്ചി നിൽക്കുമ്പോൾ താൻ ചേച്ചിയുടെ വിവാഹം കഴിയാതെ എങ്ങനെയാണ്? ഷോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? എന്തായാലും സാറ് വരട്ടെ, എന്നിട്ടാവാം ബാക്കി. ദേവു കണ്ണുകൾ ഇറുക്കിയടിച്ച് കിടന്നു. അച്ഛനും അമ്മയും കൂടി ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുവരാനായി ശേഖരമാമയുടെ വണ്ടി വിളിച്ച് കാലത്തെ പോയി. ഇതുവരെയായിട്ടും എത്താറായില്ലവർ. നേരെ ഒരുപാടായല്ലോ കുട്ടി. മുത്തശ്ശിയാണെങ്കിൽ ഉമ്മറത്ത് ആവണപ്പലകയെ നിലവിളക്ക് കൊളുത്തുവാനായി തുടങ്ങുകയാണ്. പടിപ്പുരയിലേക്ക് കണ്ണു നട്ടുകൊണ്ടാണ് തന്നോടുള്ള ചോദ്യവും. ഇപ്പം എത്തും മുത്തശ്ശി, അവർ കവല കഴിഞ്ഞു. അതും പറഞ്ഞ് ദേവു തുളസിത്തറയിൽ നിലവിളക്ക് കൊളുത്തി. അപ്പോഴേക്കും അച്ഛനും അമ്മയും ചേച്ചിയും കൂടി വരുന്നത് ദേവു കണ്ടു. മുത്തശ്ശി, അവർ വരുന്നുണ്ട്, ദേവു ആഹ്ലാദത്തോടെ വിളിച്ചു കൂവി. കാറിൽ നിന്നിറങ്ങിയ ലച്ചുവിനെ കണ്ട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ചേച്ചി, ഷോ എൻ്റെ ദേവൂട്ടി, ഞാൻ ആകെ വിയർത്തു. നീ ഇങ്ങോട്ട് മാറിക്കോ, ഇല്ലെങ്കിൽ നിന്റെ ദേഹത്തു കൂടി അഴുക്കാകും, ലച്ചു അവളെ നോക്കി പറഞ്ഞു. ഓ, മടുത്ത യാത്രയൊക്കെ, ഇത്തിരി കട്ടൻ ചായ എടുത്തേ ദേവു. അമ്മ പറഞ്ഞപ്പോൾ അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. ലച്ചു, നിനക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ? മുത്തശ്ശി ലച്ചുവിനോട് ചോദിച്ചു. അതെ എൻ്റെ മുത്തിയമ്മേ, പരീക്ഷയ്ക്ക് നല്ലോണം എളുപ്പമായിരുന്നു. അവൾ അവരുടെ കവളിൽ ഉമ്മ വയ്ക്കുവാനായി വന്നിട്ട് വേഗം തന്നെ അവിടെ നിന്നു. അതേ മുത്തു, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ലച്ചു അകത്തേക്ക് പോയി. എല്ലാവരും ഒരുമിച്ചിരുന്ന് രാത്രിയിൽ അത്താഴം കഴിച്ചു. പെൺമക്കൾ രണ്ടുപേരും കൂടി അവരുടെ കോളേജിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ലച്ചുവും കൂടി എത്തിയപ്പോൾ വീട് ആകെ ഉണർന്നു. അമ്മേ, നാളെ രാവിലെ നേരത്തെ തന്നെ നീലിമയുടെ വീട്ടിൽ ചെല്ലണം. അവൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ. കൈ കഴുകുന്നതിൻ്റെ ഇടയിൽ ലച്ചു പറഞ്ഞു. മൈലാഞ്ചിക്ക് പോകാൻ മോളെ, വൈകിട്ട് അത് പോരെ. ശാരദ പാത്രങ്ങളൊക്കെ എടുത്ത് സിങ്കിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് മകളെ നോക്കി. പെട്ടെന്ന് ലച്ചുവിൻ്റെ മുഖം വാടി. ദേവു അത് ശ്രദ്ധിക്കുകയും ചെയ്തു. കാലത്തെ പോവുകയാണെങ്കിൽ നമുക്ക് ചുരിദാർ കൂടി മേടിക്കാം, ലച്ചുവിനെ പിന്താങ്ങി ദേവു പറഞ്ഞു. ആ, അത് നേരാണല്ലോ, എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലേ ദേവൂട്ട? ലച്ചു കൈ തുടച്ചിട്ട് മുറിയിലേക്ക് പോയി. ശാരദ പിന്നെ ഒന്നും പറഞ്ഞില്ല. വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ചേച്ചി അനുജത്തി എപ്പോഴോ ഉറങ്ങി.
എല്ലാ കാര്യങ്ങളും പങ്കുവച്ചെങ്കിലും ഹരിസാറിൻ്റെ കാര്യം മാത്രം അവൾ ചേച്ചിയോട് പറഞ്ഞില്ല. രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്ന ശേഷം നീലിമയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. നേരത്തെ ഇങ്ങ് വന്നേക്കണം കേട്ടോ, വൈകിട്ട് എനിക്ക് അത്രയിടം വരെ പോകണം. അച്ഛനും നേരത്തെ വരാൻ നേരിട്ടുണ്ട്, ശാരദ പെൺമക്കളോടായി പറഞ്ഞു. ശരിയമ്മേ, ഞങ്ങൾ വന്നോളാം. സമ്മതഭാവത്തിൽ തലകുലുക്കിയിട്ട് രണ്ടാളും മുറ്റത്തേക്ക് ഇറങ്ങി. നീലിമയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആകെ ബഹളം. ലച്ചുവിനെയും ദേവുവിനെയും കണ്ട നീലിമ ഓടി വന്നു അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലിമ ആകെ സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇപ്പോ മൊഞ്ചയ്ക്ക് അങ്ങോട്ട് കൂടി പെണ്ണിന്. ഇന്നിതാണെങ്കിൽ നാളത്തെ കാര്യം എന്താവും? ലച്ചു അവളെ കളിയാക്കി. ഒന്ന് പോടി, നിന്റെ ഏഴയലത്ത് വരുവോ ഈ പാവം ഞാൻ? നീലിമ കൂട്ടുകാരിയുടെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി. അശോക് വന്നോ? ലച്ചു ചോദിച്ചു. നീലിമയുടെ സഹോദരനാണ് അശോക്. ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു IT കമ്പനിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. ഏട്ടൻ ഈവനിങ് ആകുമ്പോൾ എത്തും. അവിടുന്ന് തിരിച്ചു എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. നീലിമ അവരോടായി പറഞ്ഞു. 3 പേരും കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് നീലിമയുടെ അപ്പച്ചി സരസ്വതിയും കുടുംബവും പാലക്കാട്ട് നിന്ന് എത്തിയത്. വർഷങ്ങളായിട്ട് അവർ ഡൽഹിയിലായിരുന്നു. സരസ്വതിയുടെ ഭർത്താവ് ഗുപ്തൻ നായരും മകൻ നന്ദകിഷോറും ഡോക്ടർമാരാണ്. ഭർത്താവിന് നഗരജീവിതം മടുത്തപ്പോൾ അവർ 3 പേരും അയാളുടെ നാട്ടിൽ വന്ന് സെറ്റിലായി. ആ, അപ്പച്ചി വന്നല്ലോ. നീലിമ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു. നീലിമ അവളുടെ അപ്പച്ചിയെ കൂട്ടി കൂട്ടുകാരിയുടെ അടുത്തേക്ക് വന്നു. അപ്പച്ചി, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ലച്ചുവും ദേവും. ലച്ചു ഞാനും ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇവൾ MBA കഴിഞ്ഞു. അടുത്ത സ്ഥാനാർത്ഥിയും കൂടിയാണ് കേട്ടോ. ഇത് ദേവു, ഡിഗ്രി കഴിഞ്ഞു. എടി ലച്ചു, ഇതെൻ്റെ അപ്പച്ചി. അപ്പച്ചിയുടെ മോനുണ്ട് നന്ദേട്ടൻ. ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം. നീലിമയുടെ വാ തോരാതെയുള്ള സംസാരം കേട്ട് സരസ്വതി ചിരിച്ചു. എവിടെയാ വീട്? ഇവിടെ അടുത്താണോ മോളെ? അവർ ദേവുവിനോട് ചോദിച്ചു. ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്, അവൾ മറുപടിയും കൊടുത്തു. അപ്പച്ചി, നന്ദേട്ടനും ചിറ്റപ്പനും ഒക്കെ എവിടെ? അവർ വെളിയിലുണ്ട് മോളെ. അതെയോ? എന്നാൽ ഞാനേ അവരോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. അവരുടെ കൈപിടിപ്പിച്ച് നീലിമ വെളിയിലേക്ക് ഓടി. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? എവിടെയാ പഠിക്കുന്നത്? സരസ്വതി 2 പെൺകുട്ടികളോടും ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദേവുവാണ് അവരോട് കൂടുതലും മറുപടി പറഞ്ഞത്. സരസ്വതി അമ്മയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു. ലച്ചു ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അതിലെ മാറി നടന്നു. കുറച്ചു കഴിഞ്ഞ് നീലിമയുടെ കൂടെ കണ്ണാടിയൊക്കെ വെച്ച് വെളുത്ത സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു. ഡാർക്ക് ബ്ലൂ നിറമുള്ള ഷർട്ടും ക്രീം നിറമുള്ള ഒരു പാൻറ്റുമാണ് അയാളുടെ വേഷം. ലച്ചുവും ദേവും അയാളെ നോക്കി. നല്ല സുന്ദരനായ ഒരു യുവാവ്. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയും സരസ്വതിയമ്മയുടെ മകനാണെന്ന്. അതുകൊണ്ട് രണ്ടാൾക്കും ആളെ പിടികിട്ടി. നീലിമ അവളുടെ കൂട്ടുകാരികളെ 2 പേരെയും അവന് പരിചയപ്പെടുത്തി. ഏട്ടാ, ഇത് ശ്രീലക്ഷ്മി, MBA കഴിഞ്ഞു. ഇന്നലെയാണ് നാട്ടിലെത്തിയത്. ഇതവളുടെ അനുജത്തി ശ്രീദേവിക. അവൻ 2 പേരെയും നോക്കി പുഞ്ചിരിച്ചു. ശ്രീലക്ഷ്മിക്ക് പക്ഷേ അവൻ്റെ നോട്ടം അത്ര പിടിച്ചില്ല. അവളത് ദേവനോട് പറയുകയും ചെയ്തു. ചേച്ചിക്ക് തോന്നുന്നതാ, എനിക്കങ്ങനൊന്നും തോന്നിയില്ല. ദേവു അവളെ നോക്കി. പിന്നീട് ഇടയ്ക്കൊക്കെ നന്ദകിഷോർ ലച്ചുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പിടികൊടുക്കാതെ നിന്നു. ദേവിക്കും തോന്നി നന്ദന് ലച്ചുവിനോട് ഇഷ്ടമുണ്ടെന്ന്. തുടരും.